റിപ്പോർട്ട് ബ്രേക്കിംഗ്. PSC പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണല്ലോ. ക്രൈംബ്രാഞ്ച് ഒരു ഭാഗത്ത് അന്വേഷണം, PSCയുടെ തന്നെ ആഭ്യന്തര സമിതി മറ്റൊരു അന്വേഷണം നടത്തുന്നു. ഇപ്പം പരീക്ഷാ ക്രമക്കേടിൽ ന്യായീകരണവുമായി അന്വേഷണത്തെ സഹായിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥ. പിന്നെ ഈ അന്വേഷണം എങ്ങനെ ശരിയാവും? പരീക്ഷകളിൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന വാദവുമായി സമൂഹ മാധ്യമത്തിൽ കുറിപ്പ്. സർവീസ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഉദ്യോഗസ്ഥ സന്ധ്യപ്രഭ കുറിപ്പിട്ടിരിക്കുന്നത്. ഉത്തരക്കടലാസുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു സന്ധ്യപ്രഭ ഉൾപ്പെടെ 9 അംഗ കമ്മിറ്റിക്കാണ് SITയെ സഹായിക്കാനുള്ള ചുമതല. PSC ബോർഡ് അറിയാതെയാണ് ചെയർമാൻ ഈ കമ്മിറ്റി രൂപീകരിച്ചതെന്നും വിമർശനമുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, അന്വേഷണം പൂർത്തിയായിട്ടില്ല, വിധി വന്നിട്ടില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്വേഷണ സംഘമായ സഹായിക്കാൻ ചുമതലപ്പെട്ടവർ തന്നെ ഇവിടെ ക്രമക്കേടുകളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു ക്ലീൻ സർട്ടിഫിക്കറ്റ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും? അത് ചട്ടവിരുദ്ധമായ നീക്കമല്ലേ? ഈ സന്ധ്യപ്രഭയ്ക്കെതിരെ നടപടി വരൂലേ വകുപ്പിൽ? അരുൺകുമാർ, നമുക്കറിയാം PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിരവധി പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉൾപ്പെടെ നൽകിക്കൊണ്ട് നീതി പ്രതീക്ഷിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് അന്വേഷണ സംഘത്തെ സഹായിക്കാൻ വേണ്ടി PSC ചെയർമാൻ തന്നെ ഒരു കമ്മിറ്റി നിയോഗിക്കുന്നത്. 9 അംഗ കമ്മിറ്റിയാണ്. പക്ഷേ ആ കമ്മിറ്റിയിൽ PSCയുടെ സെക്രട്ടറി ഇല്ല എന്നതാണ് ശ്രദ്ധേയം. അത് വലിയ വിവാദത്തിന് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ PSC സെക്രട്ടറി ഇല്ലാത്ത, PSC ബോർഡ് അറിയാതെ രൂപീകരിച്ച ആ കമ്മിറ്റിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന രേഖകൾ നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അന്വേഷണ സംഘം നൽകുന്ന നോട്ടീസുകൾ, സംഘം നൽകുന്ന സമൻസുകൾ എല്ലാത്തിലും അന്തിമ തീരുമാനമെടുത്ത് അന്വേഷണ സംഘവുമായി സഹകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ട ചുമതലയുള്ള കമ്മിറ്റിയാണ്. അങ്ങനെയാണ് ആ കമ്മിറ്റി നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത്. അങ്ങനെ ഒരു ഉത്തരവിൽ ഉള്ള ആ കമ്മിറ്റിയിലുള്ള 9 അംഗ കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ, അതും ചെയർമാൻ സെക്രട്ടേറിയറ്റിലെ സെക്ഷൻ ഓഫീസറായ സന്ധ്യപ്രഭയാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ അന്വേഷണത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരീക്ഷാ ക്രമക്കേട് പരാതികൾക്ക് അടിസ്ഥാനമില്ല എന്ന വാദമാണ് അവിടെ സന്ധ്യപ്രഭ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നു എന്ന് ഒരു ഘട്ടത്തിൽ PSC തന്നെ വാർത്താക്കുറിപ്പിലൂടെ അംഗീകരിച്ചതാണ്. പിഴവ് സംഭവിച്ചു എന്നത്. അതിൽ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണവും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതേസമയം മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളൊക്കെ വ്യാജ വാർത്ത എന്നാണ് ഈ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ ചുമതലപ്പെട്ട ഈ സന്ധ്യപ്രഭ എന്ന ഉദ്യോഗസ്ഥ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത്. അങ്ങനെ ഈ ക്രമക്കേടുകളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഒരു സുദീർഘമായ കുറിപ്പാണ് എഴുതിയിരിക്കുന്നത്. ഇത് PSCയുടെ സർവീസ് ചട്ടത്തിന്റെ പൂർണ്ണമായ ലംഘനമാണെന്ന പരാതി ഉയർന്നു കഴിഞ്ഞു. ഏതായാലും നാളെ PSCയുടെ സാധാരണ രീതിയിൽ നടക്കുന്ന ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇത് ഉയരാനുള്ള ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം എങ്ങനെയാണ് PSC സെക്രട്ടറി അറിയാതെ ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിച്ചത് എന്നൊരു സുപ്രധാന ചോദ്യമുണ്ട്. എന്തുകൊണ്ട് PSC സെക്രട്ടറിയെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നൊരു മറ്റൊരു ചോദ്യമുണ്ട്. കാരണം അന്വേഷണ സംഘം എല്ലാ കത്തുകളും നൽകുന്നത് PSC സെക്രട്ടറിക്കാണ്. ഈ കത്തുകൾക്ക് മറുപടി നൽകേണ്ടതും PSC സെക്രട്ടറിയാണ്. പക്ഷേ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തു മറുപടി നൽകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ചെയർമാൻ PSC സെക്രട്ടറിയെ കടന്ന് മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയിൽ PSC സെക്രട്ടറി ഇല്ല. പക്ഷേ ഈ മറുപടി ഈ 9 അംഗ കമ്മിറ്റി എഴുതി നൽകുന്ന മറുപടിക്ക് താഴെ ഒപ്പുവെച്ച് നൽകേണ്ട ചുമതല PSC സെക്രട്ടറിക്കാണ് എന്നതാണ് പ്രധാനം. അതും PSC സെക്രട്ടറിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ കമ്മിറ്റിയിൽ. സെക്ഷൻ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് തീരുമാനിക്കുന്നത് എന്താണ് അന്വേഷണ സംഘത്തിന് നൽകേണ്ട മറുപടി എന്ന്. അങ്ങനെ ഒരു വിവാദമായ കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ പരീക്ഷാ ക്രമക്കേടിനെ ന്യായീകരിച്ച അന്വേഷണത്തെ പോലും ചോദ്യം ചെയ്ത് കുറിപ്പെഴുതിയിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. PSC ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു, SITയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ തീരുമാനിക്കുന്നു. ആ സമിതി അന്വേഷണം നടക്കുമ്പോൾ തന്നെ എന്ന് പറയാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ആ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കില്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? സന്ധ്യപ്രഭയെ പ്രഭയിച്ചിട്ട് കൂടിപ്പോയതാണ് പ്രശ്നം.